നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. യഥാർത്ഥത്തില് ഉപനിഷത്ത് എന്ന് പറയുന്നത് ഗുരുനാഥന്റെ അടുത്ത് പൂർണ്ണമായിട്ടും ശ്രവിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആ ഒരു കണ്ടീഷൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. എവിടുന്ന് എന്ത് കേൾക്കുകയാണെങ്കിൽ അത് ഗുരുനാഥനിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ബോധം. അപ്പൊ അതിന് ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റം പ്രായോഗിക തലത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയാണ്. യഥാർത്ഥത്തിലുള്ള ഗുരുനാഥന്റെ അടുത്ത് എപ്പോഴും 24 hours 24/7 ഇരിക്കാനുള്ള ഒരു അവസരം ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റം നമ്മളിൽ ഉണ്ടാക്കുന്നു. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്ത് തുടരുകയാണ്. ഛാന്തോഗ്യ ഉപനിഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ഖണ്ഡം 1-ാമത്തെ ശ്ലോകം. അഥ യച്ഛതുർത്ഥമമൃതം തന്മരുത ഉപജീവന്തി സോമേന മുഖേന ന വൈ ദേവാ അശ്നന്തി ന പിബന്ത്യേദേവാമൃതം ദൃഷ്ട്വാ തുഷ്യന്തി. മരുതന്മാർ ആ 4-ാമത്തെ അമൃതത്തിൽ ജീവിക്കുന്നു, അതായത് അഥർവവേദം. സോമം എന്ന അവരുടെ വായിലൂടെ ശരിക്കും ദേവന്മാർ കുടിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അവർ ആ അമൃതം ദർശിക്കുന്ന മാത്രയിൽ തൃപ്തരാകും. 2-ാമത്തെ ശ്ലോകത്തിൽ ത ഏതദേവ രൂപം അഭിസംവിശന്ത്യേതസ്മാത് രൂപാദുദ്യന്തി. അവർ ആ ഇരുണ്ട രൂപത്തിൽ പ്രവേശിക്കുകയും അതിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്യും.
മൂന്നാമത്തെ ശ്ലോകം. സ യ ഏതദേവമൃതം വേദ മരുതാമേവൈകോ ഭൂത്വാ സോമേനൈവ മുഖേനൈതേവാമൃതം ദൃഷ്ട്വാ തൃപ്യന്തി സ ഏതദേവ രൂപം അഭിസംവിശത്യേത തസ്മാത് രൂപാദ്യുതേതി. ആ അമൃതം ഇങ്ങനെ അറിയുന്നവൻ മരുത്തന്മാരിൽ ഒരുവൻ ആകുന്നു. സോമം അവന്റെ മുഖമായി ആ അമൃതം ദർശിക്കുന്ന മാത്രയിൽ സംതൃപ്തനാകുന്നു. ആ രൂപത്തിൽ അവൻ പ്രവേശിക്കുകയും അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു. നാലാമത്തത്. സ യാവദാദിത്യ പശ്ചാദുദേത പുരസ്താദസ്തമേത ദ്വിസ്താവദുത്തരത ഉദേത ദക്ഷിണതോസ്തമേത മരുതാമേവ താവദാധിപത്യം സ്വരാജ്യം പര്യേത. സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന കാലം വരെ അതിന്റെ ഇരട്ടി സമയം അത് വടക്കുദിച്ച് തെക്ക് അസ്തമിക്കും. അത്രയും നാൾ മരുതന്മാരുടെ മുകളിൽ അത് ആധിപത്യം നിലനിർത്തും. ഛാന്തോക്യ ഉപനിഷത്ത് മെറ്റാഫർസിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഓരോ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ലാലാജി മഹാരാജ് നിരന്തര സത്യത്തിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ 3 വേദങ്ങളിൽ നിന്നാണ്. 4ാമത്തെ വേദം ഇല്ല ശരിക്കും. ഓം ആ ഊം ആ ഇതാണ് 3 വേദങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. അഥർവവേദം എന്നുള്ളത് ഒരുപക്ഷെ ലേറ്റർ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള ജീവിതത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് തന്ത്രങ്ങളും മാജിക് ഫോർമുലാസ് ഒക്കെ ഉള്ളൊരു വേദമാണ് അഥർവ വേദം. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം റിച്വലിസ്റ്റിക് ആണ്. നമ്മൾ സയന്റിഫിക് കമ്മ്യൂണിറ്റി നോക്കിയാൽ അവരും റിച്വലിസ്റ്റിക് തന്നെയാണ്. എന്താണ് ശരിക്ക് ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യുന്നു, എഞ്ചിനീയേഴ്സ് വീടുകൾ പണിയുന്നു, പാലങ്ങൾ പണിയുന്നു, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നു, പലതും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവിടെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാജിക് ഫോർമുലാസ് നമുക്കുണ്ട്. ബിസിനസ് മാനേജ്മെന്റ്. എന്തിനാണ് ബിസിനസ് വിജയിക്കുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം? എന്തിനാണ് രാജ്യം കെട്ടിപ്പടുന്നത്? രാജ്യത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് എന്തിന്? ചോദ്യത്തിന് ഉത്തരമില്ല. എന്തിനു ചോദിച്ചാൽ അവസാനം ആൻസർ ഇല്ലാണ്ടേ മാറും. അപ്പൊ ഇങ്ങനെ ഈ തലത്തിൽ ജീവിക്കുന്ന ആൾക്കാർ എനർജി ഉപയോഗിക്കുന്നു, എവിടുന്നാണെന്ന് വരാതെ എനർജി ഉപയോഗിക്കുന്നു. അപ്പൊ മരുതന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റൽ ബ്രെത്ത്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ദേവന്മാർ. എല്ലാത്തിനും ഒരു പേഴ്സണാലിറ്റി കണക്ട് ചെയ്യുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു വഴിയാണ്. എന്തിനും ഒരു ഫങ്ഷണറീനെ അവിടെ നിയോഗിക്കുക. അപ്പൊ നമ്മൾക്കും ഭൗതിക തലത്തിലുണ്ട്. നമുക്ക് പഞ്ചായത്തിൽ പോകണം, അവിടെ പഞ്ചായത്തിന് പ്രസിഡന്റ് വേണം, വൈസ് പ്രസിഡന്റ് വേണം, അല്ലെങ്കിൽ ആ പോസ്റ്റിന് ഒരു അർത്ഥമില്ല. അതുപോലെ തന്നെ മരുതന്മാർ എന്ന് പറയുന്നത് ഇവിടെ റെഗുലേറ്റ് ചെയ്യുന്ന ഫങ്ഷണറീസ്. ആ ഫങ്ഷണറീസ് എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ കണ്ണ് എന്ന് പറയുന്നത് എൻ്റെ കൈയാണ്, എൻ്റെ വിരലാണ്. എനിക്ക് വേണമെങ്കിൽ ചലിപ്പിക്കാം. പക്ഷെ അവിടെ എനിക്ക് കണക്ഷൻ വേണം. ഈ കൈയായിട്ട് ബന്ധം പോയി കഴിഞ്ഞാൽ എനിക്ക് കൈ ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയുള്ള ഞാൻ പോയി, മനസ്സ് അവിടുന്ന് വിഡ്രോ ചെയ്തു, കയ്യിൽ നിന്ന് വിഡ്രോ ചെയ്തു, ശരീരത്തിന് വിഡ്രോ ചെയ്തു. ഫാൻറ്റംസ് ഓഫ് ദ മൈൻഡ് എന്നുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമുണ്ട്, ഡോക്ടർ VS രാമചന്ദ്രൻ എഴുതിയ ഒരു പുസ്തകം. ഒരു കൈ മുറിഞ്ഞു പോയാലും അവിടെ കൈ ഉണ്ടെന്ന് തോന്നുന്നു, ഫാൻറ്റം ലിംബ് എന്ന് പറയും. കാല് മുറിഞ്ഞാൽ കാല് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു പേഷ്യൻസ്. എനിക്ക് അവിടെ കാല് വേദനിക്കുന്നു, കാലവിടെ മുറിഞ്ഞു പോയിരിക്കുന്നു, എന്നാലും പറയും കാല് വേദനിക്കുന്നു പറയും. അങ്ങനെ ഫാൻറ്റം ലിംബ്. അപ്പൊ അദ്ദേഹം അതിന്റെ ഒറിജിൻ തേടി പോവാണ്. പലരും വിചാരിച്ചത് അവിടെ ഇപ്പോൾ കൈ മുറിക്കുകയാണ്, കൈയിന്റെ നെർവ്സിന്റെ സ്റ്റംസ് ഇറിറ്റേറ്റഡ് ആവുകയാണ്. അപ്പൊ അങ്ങനെയല്ല. ഒരേ സ്ഥലത്തിന് പല റെപ്രസെന്റേഷൻ. മുഖത്ത് തോണ്ടിയാലും കൂടി ചിലപ്പോൾ കൈ വേദനിക്കുന്നു എന്ന് പറയുന്നത് മുഖത്ത് റെപ്രസെന്റേഷൻ. ശരിക്കും റെപ്രസെന്റ് തലച്ചോറിനാണ്. തലയിൽ ഒരു പ്രത്യേക ഭാഗത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്താൽ നമുക്ക് കയ്യോ കാലോ നാവോ ടേസ്റ്റ് അറിയും, കാഴ്ചകൾ കാണുന്ന പോലെ തോന്നും. ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്നൊരു എപ്പിലെപ്സി ഉണ്ട്. നമ്മൾ ആരും കാണാത്ത കാഴ്ചകൾ കാണും. അതിനാണ് ഷിസോഫ്രീനിയ എന്നുള്ള അസുഖത്തിൽ വരുന്നത്. അതിന്റെ കാരണം വേറെയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ പുറമേയുള്ള ഇന്ദ്രിയങ്ങളുടെ ശരിക്കുള്ള വർക്ക് നടക്കുന്ന ഉള്ളിലാണ്. അപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന പല ലെവൽസ് ആണ് ഇത് എന്ന് മനസ്സിലാക്കണം.
ഞാൻ തന്നെ ശരീരമാണ്, ഞാൻ തന്നെ എനർജി ആണ്. വിഡ്രോ ചെയ്ത് ഞാൻ എനർജി ആവണമെങ്കിൽ എനർജി ആയിട്ട് എനിക്ക് നിൽക്കാം, മരുതനായിട്ട് നിൽക്കാം. എനിക്ക് അതൊന്നും ഉയർന്ന് മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന തരത്തിൽ ഞാൻ ഇന്ദ്രനായി മാറും. ഞാൻ അതിന് വേണമെങ്കിൽ വായുവായിട്ട് മാറാം, വേണമെങ്കിൽ അഗ്നിയായിട്ട് മാറാം. ഏതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് വെച്ചാൽ അത് ഞാനായി മാറും. അപ്പൊ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ദ്രിയ തലത്തിലാണ് നിൽക്കുന്നത്, ഭൗതിക തലത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ്. ഉയരത്ത് നോക്കുമ്പോൾ ഭൂമി സൂര്യനെ ചുറ്റാണ്, ശരിക്കും സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ റിലേറ്റീവാണ്. അപ്പൊ ആ റിലേറ്റിവിറ്റിനെ കുറിച്ച് ഇവിടെ ഉപനിഷത്ത് പറയുന്നു. ഇത്ര ഡീപ്പായിട്ട് കോൺസെപ്റ്റ്സ് ആണ്, എല്ലാം റിലേറ്റീവാണ്. സൂര്യൻ കിഴക്ക് ഉദിക്കുക പടിഞ്ഞാറ് അസ്തമിക്കുക എന്നുള്ള ഒരു അർത്ഥമില്ല. അത് ഭൂമിയിൽ നോക്കുമ്പോഴാണ് അതൊക്കെ നമുക്ക് തോന്നുന്നത്. ഒരു വസ്തു ക്ലോക്ക് വൈസ് ആണ് തിരിയണത് എന്ന് പറയുന്നത് ഫ്രണ്ട് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണ് തിരിയും, അപ്പുറത്ത് നോക്കുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ് തിരിയും. ഒരു ചക്രം തിരിയുമ്പോൾ മോൾ ഭാഗം ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ താഴ്ഭാഗം ബാക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാം റിലേറ്റീവാണ്. അപ്പൊ ഈ തരത്തിൽ റിലേറ്റിവിറ്റിയിൽ നമ്മൾ കുടുങ്ങി പോകുന്നു, നമ്മൾ ഇങ്ങനെ ഓരോ ലെവൽസിൽ കുടുങ്ങുന്നു. ഇതിനു മുമ്പേ തന്ത്രദ്രഷ്ട, യന്ത്രദ്രഷ്ട എന്നൊക്കെ പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെയാണ് മരുതന്മാർ. എനർജിക്ക് പ്രാധാന്യം നൽകുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എനർജി ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുക, പ്രാണായാമം ചെയ്യുക, പ്രാണനെ റെഗുലേറ്റ് ചെയ്യുക, അസുഖങ്ങളെ പ്രാണൻ കൊണ്ട് മാറ്റിയെടുക്കും എന്ന് പറയുന്നവരുണ്ട്. മരുന്ന് വേണ്ട. എന്താ വ്യത്യാസം? മരുന്ന് കൊടുത്ത് മാറുന്നതും പ്രാണൻ കൊണ്ട് മാറുന്നതും പിന്നെ ശരീരത്തിനല്ലേ നമ്മൾ ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത്. നമ്മളുടെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാനാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ ശരീരം മാറി നിന്ന് പ്രാണൻ മാത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും സ്പിരിറ്റ്സ് എന്ന് പറയും, ഗോസ്റ്റ് എന്നൊക്കെ പറയും. പ്രാണനായിട്ട് ഇവിടെ നിൽക്കുക, കാരണം ഭൂമിയിൽ കണക്റ്റഡ് ആണ്. അവർക്ക് പിന്നെ ഒരു ശരീരം വേണം. അപ്പൊ ഇവിടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാറിയിട്ട് മനസ്സിന്റെ തലത്തിൽ അട്രാക്ഷൻ ഉള്ള ആൾക്കാർ, മാനസികമായിട്ട്. ഇന്ദ്രനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇന്ദ്രൻ ഗൗതമുനിയുടെ ഭാര്യ അഹല്യയെ കണ്ട് മോഹിച്ചു. അപ്പൊ അവിടെ എത്തിയിട്ടും കാര്യമില്ല. നമുക്ക് വേണ്ട ഇതിനൊക്കെ അപ്പുറം എത്തേണ്ട സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് സൂചനകളാണ്. നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ കണക്റ്റഡായി നിൽക്കുകയാണ്. ശരീരമോ എനർജിയോ മനസ്സോ ബുദ്ധിയോ ഓരോന്നിനും പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഓരോരോ സ്റ്റേറ്റിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും. റിലേറ്റീവായിട്ട് നമുക്ക് എത്തേണ്ടത് റിലേറ്റിവിറ്റിയുടെ അപ്പുറമാണ്. നമുക്ക് ഈ ലോകങ്ങളിൽ അല്ല തിരിയേണ്ടത്, ലോകങ്ങളുടെയും അടിയിലുള്ള ആ എസൻസിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതാണ് നമ്മുടെ ശരിക്കുള്ള സ്വഭാവം. ആ സ്വഭാവം നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ അത് നമ്മൾ ജീവിച്ച് ഇവിടെ കാണിക്കണം. അതുകൊണ്ടാണ് ഇതിലൊന്നും കുടുങ്ങരുത്, മിറക്കിൾസിലൊന്നും കുടുങ്ങരുത് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നു. ഒക്കെ അതാത് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ അതിലൊക്കെ കുടുങ്ങി പോകുന്നു. ഇവിടെ മനുഷ്യന്റെ ഗോൾ അതിൻ്റെയൊക്കെ അപ്പുറമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സഹജമാർഗം ഡയറക്ട്ലി ഗോസ് ടു ദ മെയിൻ പോയിന്റ് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾക്ക് ജീവിക്കേണ്ടത്. ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റത്തിൽ മാസ്റ്റർ നമുക്ക് ആദ്യം തന്നെ ആ ഒരു തിരിച്ചറിവ് നൽകുകയാണ്, പ്രാണാഹുതി നൽകിക്കൊണ്ട്. എന്നിട്ട് പറയാം, നിങ്ങൾ ഇനി പോയി ജീവിച്ചോളൂ, ഈ ഒരു സ്റ്റേറ്റ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യും. ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, പ്രജാപതി സൃഷ്ടിച്ചപ്പോ ത്യാഗം തന്നുത്രേ മനുഷ്യർ, ഒരു ത്യാഗത്തോടെ ജീവിക്കുന്നവർ. നമുക്ക് ഒരൊറ്റ ആയുധേ ആവശ്യമുള്ളൂ, ത്യാഗബോധം. വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. എനിക്ക് ഒന്നും ആവശ്യമില്ല, എനിക്കെല്ലാം ഉണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കൂ. അതാണ് ത്യാഗബോധത്തിൽ ജീവിക്കുക. ആ ഒരു ജീവിതമാണ് നമ്മൾ ഇവിടെ നമ്മൾ കാഴ്ചവെക്കുന്നത്. അതിൽ എത്രത്തോളം വിജയിക്കുന്നു അത്രത്തോളം നമ്മൾ നമ്മുടെ ഗോളിന്റെ അടുത്തടുത്താണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.